പക്ഷെ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. അത് വൈദേഹിയുടെ ജീവൻ അപകടമാണ്. ദേവാ, ദേവാ, എന്ത് പറ്റി ദേവാ? ഒന്നുമില്ലേട്ടാ, ഞാൻ അച്ഛനെ ഓർത്തു പോയതാ. അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുന്നതിനും അച്ഛനോട് സങ്കടം പറയുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല ദേവ, അച്ഛൻ മരിച്ച ദിവസം ധൈര്യം സംഭരിച്ചുകൊണ്ട് നീ വീട്ടിലെല്ലാരും സമാധാനിപ്പിച്ചതല്ലേ? എന്നിട്ട് ഇപ്പൊ കരയുന്നുണ്ടെങ്കിൽ അപ്പൊ അത്ര വലിയ എന്തോ വിഷമമുണ്ട്. എന്തു പറ്റി ദേവ? പരിഹാരം പറയാൻ ഞാൻ ആളല്ല, പക്ഷെ വിഷമം പങ്കുവെക്കാലോ. നീ എന്നോട് പറയേ. ദേവൻ എന്ത് പറ്റിയ ചെയ്യാ? അറിയില്ല, എന്താന്ന് ചോദിച്ചാ പറയണ്ടേ. ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. മോൻ എന്തിനാ വിഷമിക്കുന്നേ? നീ എന്തിനാ ദേവ കരയുന്നേ? അങ്ങനെ ഇപ്പൊ എന്തുണ്ടായി? എന്താണെന്ന് ഞാനിപ്പോ പറയണ്ടേ? ഞാൻ പറഞ്ഞാലത് നിങ്ങൾക്കും വിഷമാകും. ഇനി ഞങ്ങളിങ്ങനെ പേടിപ്പിക്കരുത്. നീ എന്താ കാര്യമെന്ന് പറ. അച്ഛനെ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോയ അതേ ദൈവം അച്ഛൻ കണ്ട സ്വപ്നങ്ങളെയും നമ്മളിന്ന് അപഹരിച്ചിരിക്കുക. വൈദേഹി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നപ്പോ തുടങ്ങിയാണല്ലോ നിനക്ക് ഈ വിഷമമൊക്കെ. വൈദേഹിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞിന് വല്ല കുഴപ്പമുണ്ടോ മോനെ? ഉണ്ട്. വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുകാരനും വൈദേഹിയുടെ ജീവൻ അപകടമാണെന്നോ? അതെ അമ്മേ. അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അവള് കണ്ടത്. ആ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് അമ്മേ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദേവ. ആ റിപ്പോർട്ട് നീ ശരിക്കും നോക്കിയായിരുന്നോ? നമുക്ക് വേറൊരു ഡോക്ടറിന്റെ ഒപ്പീനിയൻ എടുക്കാം. കാര്യമില്ല ചേട്ടാ, നമ്മുടെ ഡോക്ടർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവർ വേറൊരു ഡോക്ടറെയും കാണിച്ചിരുന്നു. ഇങ്ങനെ കഷ്ടകാലം നമ്മളെ വേട്ടയാടുമ്പോ എവിടെയൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തിയിട്ടും എന്താണ് കാര്യം? റിസൾട്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഭഗവാനെ, ഇനിയും നിന്റെ പരീക്ഷണം തീർന്നില്ലേ? ഇക്കാര്യം വൈദേഹിക്ക് അറിയാവോ മോനെ? അറിയില്ല എന്തു. അവൾ അറിയരുത്. അറിഞ്ഞാൽ അവള് സഹിക്കില്ല. ഇത്രയും നാള് താലോലിച്ച സ്വപ്നങ്ങൾ തകർന്നു എന്നറിഞ്ഞ അവളത് താങ്ങില്ല. അതെനിക്കറിയാമേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ട കൗസല്യേ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഇതല്ലെങ്കിൽ മറ്റൊരു കുഞ്ഞ് വീണ്ടും ജനിക്കും. നല്ല കാലം വരുമ്പോ വൈദേഹിക്ക് വീണ്ടും ഒരു അമ്മയാവാലോ. മറിച്ച് വൈദേഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് നമുക്ക് സഹിക്കാൻ കഴിയോ? ഒരിക്കൽ വൈദേഹി ജീവനോടെ ഇല്ലെന്നറിഞ്ഞപ്പോ എന്റെ മോനൊരു ഭ്രാന്തനായതാ. വീണ്ടും എനിക്ക് അവനങ്ങനെ കാണാനാവില്ല. വേറെ ഒരു വഴിയില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഇത്രമാത്രം വിഷമിക്കുമേ. ഇപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് വൈദേഹിയെ കുറിച്ച് മാത്രം. ഇതെങ്ങാനും വൈദേഹി അറിഞ്ഞ കുഞ്ഞിനു വേണ്ടി സ്വന്തം ജീവൻ കളയാൻ പോലെ അവള് തയ്യാറാവൂ. ഒട്ട് ജനിക്കുന്ന കുഞ്ഞിന് ജീവനോട് കിട്ടുമെന്ന് വെച്ചാ അതും ഇല്ലെന്നല്ലേ പറയുന്നത്. ഈ കാര്യം വൈദേഹി ഒരിക്കലും അറിയരുത് ദേവ. അവൾ അറിയുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞിരിക്കണം. കൗസല്യ പറഞ്ഞതിലും കാര്യമുണ്ട് ദേവ. വൈദേഹി അറിഞ്ഞ സമ്മതിക്കില്ല. അവളെ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നമ്മുടെ മനസ്സ് കല്ലാക്കി കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കണം. മറ്റൊരു വഴിയില്ലെന്നായ തെറ്റായാലും ചെയ്യാതെ പറ്റില്ലല്ലോ മോനെ. താമസിക്കും തോറും വൈദേഹി കാര്യം അറിയും. പെട്ടെന്ന് വേണോടാ, നീ വാ വാ. എന്താ എന്തുവമ്മേ കാര്യം?
പറഞ്ഞ് എല്ലാം ഇല്ലാതാക്കിയില്ലേ? കുഞ്ഞ് വേണ്ട കുഞ്ഞ് വേണ്ടെന്ന് പുലമ്പി ഇന്ന് ആ കുഞ്ഞ് തന്നെ ഇല്ലാതായി. ഇനി നിങ്ങൾ 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കേ. അത് ശരി, കൊള്ളാലോ. എന്താടാ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത്? ഭഗവാന്റെ ആഭരണങ്ങളെ കുറിച്ച് അമ്മേ. അമ്മവന് ആഭരണങ്ങളെല്ലാം അമ്പലത്തിൽ എവിടെയോ കൊണ്ടുവച്ചിട്ട് പറയാതെ പോയി കളഞ്ഞു. അന്ന് അമ്പലം മുഴുവനും അരിച്ചു പറക്കിയതല്ലേ, അതെവിടെ ഉണ്ടായിരുന്നില്ല. ഇനി പുറത്തെവിടെയെങ്കിലും ഒളിപ്പിച്ചതാണെന്ന് വെച്ചാ ദാസേട്ടൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, പിന്നെ എവിടെ വെക്കാനാ? അതെവിടെയാണെങ്കിലും ദേവന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നമ്മളത് കൈക്കലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശമൊന്നും നടക്കില്ല. അതുകൊണ്ട് ആ പരിസരം ആകെ നോക്കുന്നുണ്ട്. നീ ഇനി തലകീഴായി നിന്ന് തപസ് ചെയ്താലും അത് കിട്ടാൻ പോകുന്നില്ല. എന്നെങ്കിലും അത് പരമശിവന്റെ പാദങ്ങളിൽ തന്നെ ചെന്ന് എത്തിക്കോളും. അന്നെന്റെ കുടുംബത്തെ ബാധിച്ച ശാപവും മാറിക്കിട്ടും. പിന്നീട് നിന്നെ പോലുള്ള അസുരന്മാരുടെ നിഴല് പോലും എന്റെ വീടിനടുത്തെത്തില്ല. ചെറിയമ്മേ വരൂ. ഇവിടെ ഇരിക്കുവായിരുന്നോ? ഒരു ഗുഡ് ന്യൂസ് പറയട്ടെ. എന്താ എന്താ ഊർമിളെ? ഇത്രയും നാൾ ഒരു കാര്യം നടന്നു കിട്ടാൻ നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഇന്നത് നടക്കാൻ പോവുക. ഈ സന്തോഷം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എന്തു പറയുന്നു? അത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. സെലിബ്രേഷനൊക്കെ പിന്നെ ഞാൻ നോക്കിക്കോളാം. മുഖവരയില്ലാത്ത കാര്യം പറ. ഇപ്പോ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിന് വേദന ഉണ്ടാക്കുന്നതാ. മഹാദേവ, വീണ്ടും എന്തൊക്കെയാ നടക്കുക? വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന്. വൈദേഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ദേവൻ അബോർഷൻ ചെയ്യിപ്പിക്കാൻ പോവുക. നേരാണോ? ആണോ ഊർമിളെ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ അത് സത്യമാ. വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അബോർഷൻ ചെയ്യിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേവൻ എന്തിനാ അതിനെ അബോർഷൻ ചെയ്യിക്കുന്നേ? എന്താ സംഭവിച്ചേ? ദേവൻ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതല്ല. പിന്നെ എന്തിനായിരിക്കും അവൻ എങ്ങനെ തീരുമാനിച്ചത്? ഞാനൊരു എൻക്വയറി നടത്തി. അതിൽ തെളിഞ്ഞ സത്യം എന്താണെന്നറിയോ? വൈദേഹിയുടെ വയറ്റിൽ വളരുന്നത് കുഞ്ഞല്ല പോലും, ഒരു വലിയ മുഴയാത്രേ. അത് ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള വൈദേഹിയുടെ ജീവൻ അപകടപ്പെടുത്തുന്ന മുഴയാത്രേ. അതുകൊണ്ട് ഡോക്ടർ അത് എടുത്തു കളയാൻ പറഞ്ഞു. അതുകൊണ്ടാ ഇപ്പോ ഹോസ്പിറ്റലിലേക്ക് ഓടിയിരിക്കുന്നത്. ഇല്ല, അതൊരിക്കലും സത്യാവില്ല. സാക്ഷാൽ മഹാദേവന്റെ അംശമാണ് ആ കുഞ്ഞ്. അതൊരിക്കലും ക്യാൻസർ മുഴയാവില്ല. അതൊരു കുഞ്ഞല്ലായിരുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്കിവിടെ നിൽക്കാനുള്ള വരം മഹാദേവൻ നൽകില്ലായിരുന്നു. മാത്രമല്ല, ആ ഭ്രൂണത്തിൽ ഇപ്പോ എന്റെ അനിയത്തി ശാന്തമ്മയുടെ ജീവനാ തുടിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് കുഞ്ഞല്ലാതാവുന്നത്? എവിടെയോ എന്തോ ചതി നടക്കുന്നുണ്ട്. അത് കുഞ്ഞല്ലാന്ന് മനഃപൂർവ്വം എന്റെ ദേവനെ ആരോ വിശ്വസിപ്പിച്ചിരിക്കുക. ഇത് തടയണം. എങ്ങനെയും ഈ ക്രൂരത തടഞ്ഞേ മതിയാകൂ. ദേവാ, മോനെ ദേവാ, ദേവനെ എങ്ങനെയാ കാര്യമൊന്നും അറിയിക്കുക. അത് മുഴയാണെന്ന കാര്യം സത്യമാണോ? ഇതിന്റെ പേരിലാണോ വല്യച്ഛൻ അനന്തരാവകാശി എന്ന് പറഞ്ഞ് കൊടി പിടിച്ചുകൊണ്ട് നടന്നത്? നമ്മളും അത് മനുഷ്യക്കുഞ്ഞാണെന്ന് കരുതിയല്ലേ ഈ പെടാപ്പാട് പെട്ടത്. എന്തായാലും എന്താ, നമ്മൾ ആഗ്രഹിച്ചത് ഇപ്പൊ നിഷ്പ്രയാസം നടന്നിരിക്കുന്നു. അനന്തരാവകാശിയെ പ്രസവിക്കാൻ പോകുന്നതിന് ഇത്രയും കാലം വൈദേഹിയെ തലയ്ക്കേറ്റി വെച്ചിരിക്കുകയായിരുന്നില്ലേ? ഇനി ആ കുഞ്ഞിനെ കലക്കിയ ശേഷം വൈദേഹിക്ക് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. ദേവാ, എന്താ മോനെ ഇത്? വൈദേഹിയുടെ വയറ്റിൽ കുഞ്ഞ് വളരുന്നില്ലാന്ന് നിന്നോട് ആരാ മോനെ പറഞ്ഞത്? ആ കുഞ്ഞ് കാരണം വൈദേഹിയുടെ ജീവന് ഒരു ആപത്തും ഉണ്ടാവില്ല.
മോനെ ദേവ, നീ കേട്ടത് സത്യമല്ല. എന്തോ ചതി നടക്കുന്നുണ്ട്. ആ കുഞ്ഞു നമ്മുടെ വംശത്തെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജനിക്കുന്ന മഹാദേവന്റെ വരവാടാ. ആ കുഞ്ഞു കാരണം വൈദേഹിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ആരെങ്കിലും പറയുന്ന കേട്ട് നീ അത് കണ്ണടച്ച് വിശ്വസിക്കുകയാണോ? കൗസല്യേ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ലേ? ഇതിലെന്തോ ചതിയുണ്ടെന്ന് നിനക്കെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നില്ലേ? അല്ല, ഊർമിള പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് അവര് ചെയ്തതാവാൻ സാധ്യതയില്ല. ഇത് മറ്റാരോ ആണ്. അപ്പൊ അവരെ കൂടാതെ മറ്റാരാണ് എന്റെ വംശത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്താ കൗസല്യ ഇങ്ങനെ? ദേവാ, ഇനി എത്ര നേരം പിടിക്കും? ഡോക്ടർ പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ചു നേരം കഴിയുമെങ്കിൽ എത്തും. മോനെ ദേവ, വേണ്ട ദേവ, ഇതാരുടെ പദ്ധതിയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കൂടെ നിനക്ക്? അമ്മ ഇങ്ങനെ തുടങ്ങിയാലോ? എന്റെ മഹാദേവ, എന്റെ കൺമുമ്പിലെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോയല്ലോ ഞാൻ. ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ട കടമ അങ്ങ് എന്നെയാണല്ലോ ഏൽപ്പിച്ചത്. ഒരു ശക്തിയില്ലാതെ എനിക്ക് എങ്ങനെയാ അതിനെ സംരക്ഷിക്കാൻ കഴിയാ? ഞാൻ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. എന്റെ കൗസല്യേ, വേണ്ട കൗസല്യേ, ആ ഡോക്ടറോടൊന്ന് പോകാൻ പറ കൗസല്യേ. അറിയാലോ ഡോക്ടറെ, വൈദേഹി ഈ കാര്യങ്ങളൊന്നും അറിയിക്കരുത്. അറിഞ്ഞാ അവള് ചിലപ്പം മരിക്കാൻ വരെ മടി കാണിച്ചെന്നിരിക്കില്ല. മാത്രല്ല കുഞ്ഞിനെ കളയാനും സമ്മതിക്കില്ല. എനിക്കറിയാം ദേവ, നിങ്ങൾ വിഷമിക്കാതിരിക്കെ. നിനക്ക് എന്തറിയാന്നാടി? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? എന്റെ മരുമോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു കാരണം അവള് മരിക്കുമെന്നും പറഞ്ഞ് നിന്നെ കൊണ്ട് ആരാ ഇതൊക്കെ ചെയ്യിക്കുന്നേ? ആരാ ഈ പാതകം ചെയ്യാൻ പറഞ്ഞത്? ഇറങ്ങി പോടി ഇവിടുന്ന്, ഇറങ്ങാനാ പറഞ്ഞേ. ഇനി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടറെ, എല്ലാം കഴിഞ്ഞില്ലേ. വൈദേഹി ഇതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല ഡോക്ടറെ. ദേവേട്ടാ, എന്ത് ദേവേട്ടാ, ഞാൻ എന്താ അറിയാൻ പാടില്ലാത്തത്? മോളെ ചോദിക്കേ, അങ്ങനെ തന്നെ ചോദിക്കേ. ഒരു കൊടും നുണ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എല്ലാരും കൂടെ ശ്രമിച്ചോണ്ടിരിക്കുക. ശത്രുക്കളുടെ വലയിൽ വീണ് അവന്റെ കുഞ്ഞിനെ തന്നെ അവൻ ബലി കഴിക്കാൻ പോവാ. ചോദിക്കും മോളെ. എന്താ ഡോക്ടറെ പറഞ്ഞത്? എല്ലാവരും എന്നിൽ നിന്ന് എന്താ ഒളിക്കുന്നത്? സത്യം പറയുന്നവരെ വിടരുത്. ശരിക്ക് ചോദിക്കും മോളെ. ഹേയ്, ഒന്നുമില്ല വൈദേഹി. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയിച്ച് നിന്റെ മനസമാധാനം കളയണ്ടെന്നാ ഡോക്ടറോട് പറഞ്ഞത്, അല്ലേ അമ്മേ? അതെ മോളെ. ഇപ്പോഴും എനിക്ക് എന്താ മനസമാധാനക്കുറവ്? എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയുമില്ല. ദേവേട്ടനറിയാലോ, എന്റെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യം. അതെ, ഇപ്പൊ അത് ഞങ്ങളുടെ ഭാഗ്യമായിരിക്കും. അല്ല ദേവേട്ടാ, നമ്മൾ ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്? പിന്നെ എന്തിനാ ഡോക്ടർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേവേട്ടാ? ഒന്നുമില്ല, കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ഏതോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാ. ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നിനക്ക് നല്ല റെസ്റ്റ് വേണം. അതുകൊണ്ടാ വീട്ടിൽ വന്നിട്ട് ഈ ഇഞ്ചക്ഷൻ എടുക്കാന്ന് അവര് പറഞ്ഞേ. എങ്ങനെയാ ദേവാ ഒരു കൂസലില്ലാതെ കള്ളം പറയുന്നേ? അത് നിന്റെ വൈദേഹിയോട്. ഇതൊക്കെ നല്ലതിനായിരിക്കും നിന്റെ വിചാരം അല്ലേ? ഇവിടെ ചതിയാടാ നടക്കുന്നത്. അത്രയുള്ളോ? ടെൻഷൻ കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു. ദേവേട്ടാ, നമ്മുടെ കുഞ്ഞ് വളരെ സ്പെഷ്യലാ. അവൾക്ക് ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ശരിയെന്നാ, ദേവേട്ടന് സന്തോഷാണെങ്കിൽ അങ്ങനെ ആവട്ടെ. കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേ. ഞാൻ റെഡിയാ ഡോക്ടറെ. വൈദേഹി അകത്തേക്ക് വന്നോളൂ. പാവല്ലേ, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അതിനെ കൊല്ലാൻ പോവുകയാണെന്ന് അറിയില്ലല്ലോ.
വൈദേഹി വേണ്ടെന്ന് പറ മോളെ. മോളെ വേണ്ടെന്ന് പറ മോളെ. ഡോക്ടറെ ഇത് വേണ്ട ഡോക്ടറെ, വേണ്ട ഡോക്ടറെ, ആ കുഞ്ഞിനെ കൊല്ലല്ലേ. എന്റെ മോളെ, എല്ലാരും കൂടെ നിന്നെ കൊല്ലാൻ പോവാ. ഇവിടെ നടക്കുന്ന എന്താണെന്ന് നിന്റെ അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. നിനക്കേ അതിന് കഴിയൂ. ഡോക്ടർ ഡോക്ടർ വേണ്ട ഡോക്ടർ, ഡോക്ടർ അങ്ങനെ ചെയ്യല്ലേ. എന്റെ ഭഗവാനെ തടയണേ. ശക്തി നൽകിയെങ്കിലും എന്തിനാ നീ അതിന് പരിമിതികൾ നിശ്ചയിച്ചിരിക്കുന്നേ? പെട്ടെന്ന് ഈ ഭൂമിയെ ഇരുൾ മൂടിയിരുന്നെങ്കിൽ, ചന്ദ്രൻ ഒന്നിങ്ങ് വന്നെങ്കിൽ. മഹാദേവ, എന്ത് ദേവേട്ടന്റെ മുഖം വല്ലാതെ? എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത് വിഷമാവുന്നുണ്ടോ? സാരമില്ല, കണ്ണടച്ചേക്ക്. ഡോക്ടർ ദിവസവും ഈ സലൈൻ കേട്ടണോ? ഡോക്ടർ കണ്ടില്ലേ, എന്റെ ദേവേട്ടൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഈ ഒരു ദിവസത്തേക്ക് മതിയാവും വൈദേഹി, പിന്നെ ഒന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടർ വേണ്ട. ഇപ്പൊ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ദേവാ. ഇതിന്റെ സത്യാവസ്ഥ നിനക്ക് മനസ്സിലാവുമ്പോ നീ വാ വിട്ട് കരയേണ്ടി വരൂടാ. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറ. ഒന്ന് പറയടാ, ഒന്ന് പറയടാ. ഡോക്ടർ, എന്റെ മോള് വെറുതെ വിട്ടേക്ക് ഡോക്ടർ. വേണ്ട ഡോക്ടർ, അവളെ ഒന്നും ചെയ്യല്ലേ. ദയവേത് ചെയ്യല്ലേ ഡോക്ടർ, പ്ലീസ്. ദേവേട്ട, ബലൂൺ. ശ്രദ്ധിച്ചില്ല ദേവേട്ട. സാരമില്ല വൈദേഹി. ഡോക്ടർ, അത് മാത്രം മതിയോ അതോ ഈ മരുന്ന് വേണമായിരുന്നോ? കോമ്പിനേഷൻ ഡ്രഗാണ്, രണ്ടും ആവശ്യം വരും. നന്ദി മഹാദേവ. ആ പരമേശ്വരനാണ് എന്റെ കൊച്ചുമോളെ രക്ഷിച്ചത്. ദേവ, ഒരു മിനിറ്റ്. ആ ഓക്കെ ഡോക്ടർ. വൈദേഹി, ഞാനിപ്പോ വരാട്ടോ. ശരി ദേവേട്ട. പറഞ്ഞോളൂ ഡോക്ടർ. ഒരു ഇഞ്ചക്ഷൻ അകത്തുള്ളതിനെ നിർവീര്യമാക്കുമ്പോ മറ്റേ ഇഞ്ചക്ഷൻ എല്ലാം കലക്കി പുറത്തു കൊണ്ടുവരും. തൽക്കാലത്തേക്ക് ഞാൻ ഈ ഇഞ്ചക്ഷൻ കൊടുക്കാം. മെഡിക്കൽ ഷോപ്പിൽ പോയി മറ്റേ മരുന്ന് കൊണ്ടുപോവാ. ആ അങ്ങനെ ചെയ്യാം ഡോക്ടർ. അയ്യോ ദേവ, പോവല്ലേ ദേവ. ആ മഹാദേവൻ നമുക്ക് തന്ന ഈ ഒരു അവസരം നശിപ്പിച്ച് കളയല്ലേ മോനെ. മോനെ പോലെ പോലെ മോനെ, മോനെ പോലെ നിക്ക്. പറയുന്ന കേക്ക് ദേവാ. ദേവാ, ഞാൻ പറയുന്ന കേക്ക്. അയ്യോ ഡോക്ടറെ, വേണ്ട ഡോക്ടറെ, ഞാൻ കാല് പിടിക്കാൻ ഡോക്ടറെ. അങ്ങനെ ചെയ്യില്ല ഡോക്ടറെ. അയ്യോ ഡോക്ടറെ, വേണ്ട ഡോക്ടറെ, വേണ്ട വേണ്ട വേണ്ട. വേണ്ട ഡോക്ടർ, മഹാഭാവാണ് ഡോക്ടറെ. അരുത് ഡോക്ടറെ, അങ്ങനെ ചെയ്യല്ലേ. വൈദേഹി, നീ കണ്ണടച്ച് കിടന്നോളൂ കേട്ടോ. എഴുന്നേക്കാൻ ശ്രമിക്കരുത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ. അയ്യോ ഭഗവാനെ. ഡോക്ടർ, അയ്യോ ഭഗവാനെ, ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ. അരമണിക്കൂർ കഴിഞ്ഞല്ലോ. ഇപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞിട്ടുണ്ടാവും ചെറിയമ്മേ. ഗുഡ് ന്യൂസ് ഡോക്ടറുടെ വായിന്ന് തന്നെ കേൾക്കണം. അമ്മേ, ഇതാ സ്വീറ്റ്സ് കഴിക്കേ. ആ ആ, ഉറുമളെ, ഉറുമളെ, ഇതാ നീയും കഴിക്കേ. എന്തിനാ ഇപ്പോ? ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? നമ്മൾ ആഗ്രഹിച്ചതെന്ന് നടക്കാൻ പോവല്ലേ ഉറുമളെ. ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ഇന്നാണ് ഒരു പ്രതിഫലം കിട്ടാൻ പോകുന്നത്. സലൈൻ മൊത്തം കേറി കഴിഞ്ഞോ? അബോർഷൻ കഴിഞ്ഞോന്ന് ഡോക്ടർ പറഞ്ഞോ വരുൺ? എന്നിട്ടും വൈദേഹിയുടെ കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ. ഊർമിളെ, സലൈൻ കേറിക്കൊണ്ടിരിക്കുക. പക്ഷെ കാര്യം കഴിഞ്ഞല്ലോ. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, മൊത്തം കഴിയട്ടെ. എന്റെ കുഞ്ഞു പോയേന്നും പറഞ്ഞ ആ വൈദേഹി ഹൃദയം പൊട്ടിക്കരയണം. ആ കരച്ചിൽ എന്റെ ചെവിയിൽ പ്രതിധ്വനിക്കുമ്പോ അത് ഈ സ്വീറ്റ്സിനേക്കാളും മാധുര്യമുള്ളതായിരിക്കും. ഞാൻ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ശരിയാ വരണേ. ശുഭവാർത്ത പുറത്തു വരട്ടെ, അപ്പൊ നമുക്ക് ആഘോഷിക്കാം. ശരി,
നിങ്ങളുടെ ഇഷ്ടം. ആ ഇഞ്ചക്ഷൻ കയറിക്കഴിഞ്ഞാ അബോർഷൻ നടന്നിരിക്കും. അതിനെ ആർക്കാ പിടിച്ചു നിർത്താനാവുക? വൈദേഹി, എഴുന്നേക്ക് മോളെ. പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുക. പൊന്നുമോളെ, നിന്റെ അമ്മയൊന്നും ഉണർത്ത്. നിന്നെ കൊല്ലാൻ നോക്കാണെന്നൊന്ന് പറഞ്ഞു കൊടുക്ക് മോളെ. ഒന്ന് പറ. വാ തുറന്ന് പറ മോളെ. വൈദേഹിയുടെ സ്കാനിംഗ് റിപ്പോർട്ട് വീണ്ടും അയച്ചിരിക്കുന്ന എന്തിനാ? ഫീറ്റൽ ഗ്രോത്ത് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ. അവളുടെ കുഞ്ഞിന് യാതൊരു വളർച്ചയില്ല.